ലൈംഗിക ആരോപണങ്ങളെല്ലാം ഉയർന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൽ MLA തന്നെ മണ്ഡലമായ പാലക്കാട് എത്തിയിരിക്കുകയാണ്. ഈ ഒരു 38 ദിവസത്തിന് ശേഷം, ഒരു മാസത്തിന് ശേഷമാണ് രാഹുൽ മാങ്കുട്ടത്തിൽ MLA പാലക്കാട് എത്തുന്നത്. തനിക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നതിന് ശേഷം ഇപ്പോൾ ആദ്യമായാണ് രാഹുൽ മാങ്കുട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിലെത്തുന്നത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ ഒരു സാധ്യതയുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇപ്പോൾ ഫൈസൽ അസീസ് വിവരങ്ങളുമായി ചേരുന്നു. ഫൈസൽ, ഒരു മാസത്തിന് ശേഷമാണ് ഈ ഒരു ആരോപണങ്ങൾ ലൈംഗിക ആരോപണങ്ങൾ അടക്കം ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അതിനുശേഷം ആദ്യമായാണ് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൽ മണ്ഡലത്തിൽ എത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? രാഹുൽ മാങ്കുട്ടത്തിൽ ഇപ്പോൾ പാലക്കാട് എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം രാഹുൽ മാങ്കുട്ടത്തിൽ ഇപ്പോൾ പാലക്കാട് നഗരത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് എന്ന് തന്നെയാണ്. ഒപ്പം തന്നെ രാഹുൽ മാങ്കുട്ടത്തിൽ ഈ സമയത്തിനകം മാധ്യമങ്ങളെ കാണുമെന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്നാൽ അത് എത്രത്തോളം അത് ഒരു സ്ഥിരീകരിക്കാത്ത വിവരമാണ്. രാഹുൽ മാങ്കുട്ടത്തിൽ മാധ്യമങ്ങളെ കാണുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സമയത്ത് തന്നെ മാധ്യമങ്ങളോട് ചെറിയ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. പ്രതിഷേധങ്ങൾക്ക് സ്വാഗതം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഈ BJPയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം പാലക്കാട് ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ കനത്ത സുരക്ഷ തന്നെയാണ് പോലീസ് ഈ MLA ഓഫീസിന് മുന്നിൽ ഒരുക്കിയിരിക്കുന്നത്. MLA ഓഫീസിന് സമീപത്തൊക്കെ ഒരുക്കിയിരിക്കുന്ന കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയത്തിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ പോലീസ് വലിയ രീതിയിൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് സ്വാഗതം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് തെല്ലും ഭയത്തോടെയില്ല, പ്രതിഷേധങ്ങളെ ഭയക്കാതെ തന്നെയാണ് അദ്ദേഹം ഈ ഒരു MLA പാലക്കാടേക്ക് എത്തുന്നത് എന്നതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, ഈ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. MLAയോടൊപ്പം പാലക്കാട് KSU ജില്ലാ പ്രസിഡന്റ് കൂടി അദ്ദേഹത്തോടൊപ്പം ഇപ്പോൾ ആ ഒരു വാഹനത്തിലുണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും അദ്ദേഹം പാലക്കാട് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ പാലക്കാട് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ആ ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. പാലക്കാട് എത്തിയ ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ തത്സമയം കാണുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ പാലക്കാട് MLA ഓഫീസിന് സമീപം എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ ചെറിയ രീതിയിലാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ്. അതായത് ഇപ്പോൾ പ്രതിഷേധങ്ങൾക്ക് സ്വാഗതം എന്ന് തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായത്. ചെറിയ രീതിയിൽ പ്രതികരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രതിഷേധങ്ങൾക്ക് സ്വാഗതം, ജനാധിപത്യ പ്രതിഷേധങ്ങൾക്ക് സ്വാഗതം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം പാലക്കാട് അദ്ദേഹത്തിൻ്റെ MLA ഓഫീസിന് സമീപമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയാണ് ഇപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നേരത്തെ പ്രതികരണം തേടിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ പാലക്കാട് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് രാവിലെയാണ് അദ്ദേഹം പാലക്കാടേക്ക് തിരിച്ചത്, അടൂരിലെ വീട്ടിൽ നിന്ന് തിരിച്ചത്. ഞാൻ പറഞ്ഞതുപോലെ 38 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാട് എത്തുന്നത്. അതായത് കഴിഞ്ഞ 38 ദിവസമായി ലൈംഗിക പീഡന ആരോപണങ്ങൾക്ക് പിന്നാലെ കഴിഞ്ഞ 38 ദിവസമായി അദ്ദേഹം പത്തനംതിട്ട അടൂരിലെ സ്വന്തം വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ പാലക്കാട് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് നിറഞ്ഞ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പാലക്കാട് അദ്ദേഹത്തിന് വീണ്ടും അദ്ദേഹത്തിന് ഒരു സ്വാഗതം എന്ന രീതിയിൽ അദ്ദേഹത്തിനെ വെൽക്കം ചെയ്യുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും വരുന്നു, അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്ന ഒക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ പാലക്കാട് എത്തിയ ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏതായാലും അദ്ദേഹം മാധ്യമങ്ങളോട് ചെറിയ രീതിയിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തു. പ്രതിഷേധത്തിന് സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യമാണ് മാധ്യമങ്ങൾ ചോദിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്, അപ്പോൾ അതിനെ ഭയക്കുന്നുണ്ടോ എന്നത് തന്നെയായിരിക്കാം നമുക്ക് മാധ്യമങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹം അത്തരത്തിലുള്ളൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായത് ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് സ്വാഗതം, പ്രതിഷേധങ്ങൾ ഒട്ടും ഭയക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഏതായാലും വരും മണിക്കൂറുകളിൽ എന്തായിരിക്കും പാലക്കാട് ഉണ്ടാവുക എന്നുള്ള കാര്യമുണ്ട്. കാരണം BJPയുടെ നേതൃത്വം ഒരു സൂചന പോലും നൽകാതെയാണ് അദ്ദേഹം പാലക്കാട് എത്തിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഈ പാലക്കാട് അദ്ദേഹം ഒരു സൂചന, അതായത് കഴിഞ്ഞ ദിവസം, അതായത് അദ്ദേഹം ഈ ഒരു 38 ദിവസത്തെ ഇടവേളയിൽ
അദ്ദേഹം ഒരു തവണ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ആദ്യമായി പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അതിനെ പ്രതിപക്ഷ നിരയിലെ ഏറ്റവും പുറകിലായിട്ടായിരുന്നു അദ്ദേഹം പങ്കെടുത്തത്. അതിന് സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അദ്ദേഹം സഭാ ഹാള് വിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. അന്ന് SFIയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടതാണ്. അതിനുശേഷമാണ് അദ്ദേഹം പിന്നീട് പുറത്തിറങ്ങുന്നത് ഇപ്പോഴാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാലക്കാടേക്കാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഒരു പാലക്കാട് അദ്ദേഹം സ്വന്തം മണ്ഡലത്തിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ മണ്ഡലത്തിലെ വോട്ടർമാരെ അദ്ദേഹം കാണുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും രമേശ് ചെന്നിത്തലയുടെ യാത്ര ഇപ്പോൾ പാലക്കാട്, ലഹരി വിരുദ്ധ യാത്ര ഇപ്പോൾ പാലക്കാട് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് പാലക്കാടാണ് അത് പര്യടനം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു യാത്രയിലും അദ്ദേഹം പങ്കെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഏതായാലും ഒരു സൂചന പോലും ലഭിക്കാതെ എത്തിയത് കൊണ്ട് തന്നെ BJPയുടെ അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ എതിർ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധം ഇതുവരെയും ഉണ്ടായിട്ടില്ല. എങ്കിലും വരും മണിക്കൂറുകളിൽ ആ ഒരു പ്രതിഷേധം മുന്നിൽ കാണേണ്ടത് തന്നെയാണ്. BJP പോലീസിൻ്റെ നേതൃത്വത്തിൽ MLA ഓഫീസിന് മുന്നിൽ വലിയ രീതിയിൽ ഒരു സുരക്ഷാ കവചം തന്നെ തീർത്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് എത്തുമെന്ന് അറിയിച്ചത് കൊണ്ട് തന്നെ 10 മണിയോടെ എത്തുമെന്നാണ് അന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് 8 മണിക്ക് മുമ്പ് 2 മണിക്കൂർ മുമ്പ് തന്നെ BJPയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം നമ്മൾ പാലക്കാട് MLA ഓഫീസിന് മുന്നിൽ കണ്ടതാണ്. അന്ന് ഒരു ബാനർ തന്നെ അതാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മൂക്കിൻ്റെ ഭാഗത്ത് കോഴിയുടെ കൊക്കും തലയുടെ ഭാഗത്ത് മുടിയുടെ ഭാഗത്ത് കോഴിയുടെ മുടിയുമൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു വികൃതമായ രീതിയിലുള്ള ഒരു പോസ്റ്റർ അടക്കം പതിപ്പിച്ചുകൊണ്ടാണ് BJPയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം നമ്മൾ പാലക്കാട് കണ്ടത്. അന്ന് അതായത് ഈ ആരോപണം നേരിട്ട ആരോപണം പുറത്തു വന്ന അന്ന് മുതൽ തന്നെ BJPയുടെ നോർത്ത് ജില്ലാ പ്രസിഡന്റായ പ്രശാന്ത് ശിവൻ, പാലക്കാട് നോർത്ത് ജില്ലാ പ്രസിഡന്റായ പ്രശാന്ത് ശിവനും ഉൾപ്പെടെ K കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു MLA കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ DYFIയുടെ നേതൃത്വത്തിലും വലിയ രീതിയിൽ പ്രതിഷേധം MLA ഓഫീസിന് മുന്നിൽ നടന്നിട്ടുണ്ടായിരുന്നു. അന്നും ഈ BJPയുടെ നേതൃത്വത്തിൽ DYFIയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ പാലക്കാട് ജില്ലാ DYFIയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് പാലക്കാട് MLA കാലുകുത്താൻ, അതായത് രാഹുൽ മാങ്കൂട്ടത്തെ MLA പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഈ MV ഗോവിന്ദൻ മാസ്റ്റർ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് എത്തിയാൽ തടയില്ല എന്ന് അറിയിച്ചുകൊണ്ടൊരു ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അങ്ങനെ അത്തരത്തിലൊരു പരാമർശം നടത്തി. അതുകൊണ്ട് തന്നെ DYFIയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യതയില്ല എങ്കിലും BJPയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. കാരണം BJP ശക്തമായ ഒരു എതിരാളി തന്നെയാണ് പാലക്കാട് BJP എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട്. കാരണം നമുക്കറിയാം ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം കേട്ടതിന് ശേഷം നമുക്ക് ഫൈസലിലേക്ക് തന്നെ മടങ്ങിയെത്താം. ഫൈസൽ, മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ ഫൈസൽ, ഇപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഇടവേളയിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു പെട്ടെന്നുള്ള ഒരു പ്രതികരണമായിരിക്കാം. അതിനുശേഷം ഇനി മാധ്യമങ്ങളെ കാണാനൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം നിയമസഭാ സമ്മേളനത്തിലടക്കം അദ്ദേഹം പങ്കെടുത്ത സമയം അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ഈ ഒരു പാലക്കാട് മണ്ഡലത്തിലെത്തി ഈ ഒരു ലൈംഗിക ആരോപണം ഉയർന്നതിന് ശേഷം ആദ്യമായി തന്നെയാണ് മണ്ഡലത്തിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ കാണുവാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് പറയാൻ സാധിക്കില്ലേ ഫൈസൽ? ദീപ്തി, മാധ്യമങ്ങളെ അദ്ദേഹം കാണാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. കാരണം അദ്ദേഹം പുറത്തിറങ്ങുന്നതിനകത്ത് ഇരിക്കുകയാണ് മാധ്യമങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം അദ്ദേഹത്തോട് ഇപ്പോൾ ഈ ഒരു പാലക്കാട് എത്തിയ ഉടൻ തന്നെ മാധ്യമങ്ങൾ ചോദിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് പ്രതിഷേധങ്ങൾക്ക് സ്വാഗതമെന്ന് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാകും. അപ്പോൾ അതിന് സ്വാഗതം എന്ന് തന്നെയാണ് അതിന് പ്രതിഷേധങ്ങൾ ഒട്ടും ഭയക്കുന്നില്ല എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും മണ്ഡലത്തിലെ വോട്ടർമാരെയൊക്കെയാണ് അദ്ദേഹം കാണുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് നമ്മൾക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ അദ്ദേഹം
അദ്ദേഹത്തെ ഒരാൾ ഒരു കെട്ടിപ്പിടിക്കുന്ന ഒരു ദൃശ്യം നമ്മൾ ഈ ഒരു ഇപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യത്തെ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്ന ഒരു ദൃശ്യം നമ്മൾ കാണുന്നത്. അതായത് ഈ ഇത്തരം ആരോപണങ്ങളൊക്കെ നേരിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള സ്വാധീനം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് വേണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ. മാധ്യമങ്ങൾ ഒപ്പം ഉണ്ട് എന്നത് ഒഴിച്ച് ബാക്കിയൊക്കെ മണ്ഡലത്തിലെ പ്രവർത്തകരാണ് എന്നതിനാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും പാലക്കാട് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. വലിയ ശക്തമായ രീതിയിൽ പ്രതിഷേധം BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആ ഒരു പ്രതികരണം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇത് അതിൽ നമുക്ക് കാണുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ഒക്കെ ചെയ്യും. കാരണം DYFI നേരത്തെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് അറിയിച്ചെങ്കിലും MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം കേട്ടതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം. ഞാൻ നിങ്ങൾ കൃത്യമായ ഇടവേളയിൽ കാണുന്നുണ്ടല്ലോ. ഫൈസൽ, നമുക്കറിയാം നേരത്തെ ഫൈസൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലൊരു ആരോപണം, ലൈംഗിക ആരോപണങ്ങളടക്കം ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിലും രാഹുലിന്റെ ഭാഗത്തു നിന്നും ഒരു വ്യക്തമായ ഒരു വിശദീകരണം ഈ ഒരു വിഷയത്തിൽ ഇതുവരെ ഈ ഒരു നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലും ഇപ്പോൾ ഫൈസൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അദ്ദേഹത്തിന് ഇപ്പോഴും ആ ഒരു സ്വീകാര്യത ഈ ഒരു മണ്ഡലത്തിലുണ്ട്. പാർട്ടി പ്രവർത്തകർക്ക് ഒപ്പമാണെങ്കിലും തന്നെയും അതല്ലാതെയും അദ്ദേഹത്തിന് ഒരു സ്വീകാര്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഫൈസൽ തുടരാം. ദീപ്തി, അത് തന്നെയാണ്. അതായത് അദ്ദേഹത്തിന് ഈ ഒരു വിഷയം, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എതിരായ ഈ പീഡന ആരോപണ വിഷയത്തിൽ അദ്ദേഹം ഇതുവരെയും വ്യക്തമായ രീതിയിലൊരു പ്രതികരണം നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. അതായത് ആദ്യമായി ഈ ഒരു ആരോപണം വന്ന ഉടനെ അദ്ദേഹം ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം, അധ്യക്ഷ സ്ഥാനം രാജിവെക്കും എന്ന് അന്ന് നടത്തിയൊരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അന്നാണ് അദ്ദേഹം ഈ ഒരു ആദ്യമായി ഈ ഒരു ആരോപണത്തിന് പിന്നിൽ ആദ്യമായി മാധ്യമങ്ങളെ കാണുന്നത്. അന്ന് വ്യക്തമായ രീതിയിൽ ഇതിനൊരു മറുപടിയൊന്നും അദ്ദേഹം നൽകിയിട്ടില്ല. അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണം, ഗർഭചിത്ര ആരോപണം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം വലിയ രീതിയിലൊരു മാധ്യമങ്ങൾക്ക് പ്രതികരണമൊന്നും നൽകിയിട്ടില്ല. അന്ന് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നു എന്ന രീതിയിൽ പ്രതികരിച്ച് മാത്രം ഒഴിയുകയായിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹം രണ്ടാമത് വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും കൃത്യമായൊരു മറുപടി ഇതിന് നൽകിയിട്ടില്ല. പിന്നീട് മൂന്നാമത് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത് ഈ ഒരു നിയമസഭാ സമ്മേളനത്തിന് വന്ന ശേഷമാണ്. നിയമസഭാ സമ്മേളനത്തിന് എത്തി പിൻനിരയിൽ അദ്ദേഹം പ്രതിപക്ഷ നിരയുടെ പിൻനിരയിലാണ് അദ്ദേഹം ഇരുന്നത്. സഭ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് സഭയുടെ കൃത്യമായി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സഭാ ഹാള് വിട്ട് പുറത്തു പോവുകയും ചെയ്തു. അന്ന് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നും വ്യക്തമായ ഒരു ആരോപണങ്ങൾക്കൊന്നും മറുപടിയൊന്നും അദ്ദേഹം പറഞ്ഞില്ല. എങ്കിലും പിന്നീട് ഇന്നാണ് അദ്ദേഹം പാലക്കാടേക്ക് എത്തുന്നത്. 38 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം പാലക്കാടേക്ക് എത്തുന്നത്, സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തുന്നത്. എങ്കിലും നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ മണ്ഡലത്തിലെ ആളുകൾ അദ്ദേഹത്തെ നിറഞ്ഞ ഒരു ഇതോടെ തന്നെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആരോപണങ്ങൾക്കൊന്നും പാലക്കാട് ഒരു സ്ഥാനവുമില്ല എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ പാലക്കാട് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് രമേശ് ചെന്നിത്തലയുടെ ലഹരിക്കെതിരെയുള്ള യാത്രയുണ്ട്, അതിൽ പങ്കെടുക്കുമോ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഒപ്പം തന്നെ BJPയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു പ്രതിഷേധത്തിനും സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ MLA ഓഫീസിന് മുന്നിൽ വലിയൊരു പോലീസ് വിന്യസിച്ചിട്ടുണ്ട് ദീപ്തി. ഏതായാലും പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ദീപ്തി. ശരി ഫൈസൽ, വിവാദങ്ങൾക്ക് പിന്നാലെ 38 ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയിരിക്കുന്നത്. ഒരു കോൺഗ്രസ് ഈ ഒരു MLA ആയി തന്നെ തൻ്റെ മണ്ഡലത്തിലേക്ക് 38 ദിവസങ്ങൾക്ക് ഇത്തരത്തിലൊരു ലൈംഗിക പീഡന ആരോപണങ്ങളെല്ലാം ഉയർന്നതിന് ശേഷം ആദ്യമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഒരു പ്രതികളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ കൃത്യമായ ഇടവേളകളിൽ മാധ്യമങ്ങളെ കാണാറുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുമോ എന്നൊരു കാര്യത്തിൽ കൂടുതൽ സാധ്യതകളാണ് നിലനിൽക്കുന്നത്. ഈ ഒരു മണ്ഡലത്തിൽ ഈ പോലീസ് സുരക്ഷയും ഈ MLA ഓഫീസിൽ അടുത്തെല്ലാം പോലീസ് സുരക്ഷ ശക്തമാണ്. ഈ ഒരു കേസ് ജില്ലാ അധ്യക്ഷൻ നിഖിൽ കണ്ണാടിക്കൊപ്പമാണ് അദ്ദേഹം ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിലെത്തിയിരിക്കുന്നത്. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.